സത്യവിശ്വാസി വിശ്വാസികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ, ക്രമപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്. അതീവ ഗൗരവത്തോടുകൂടി തന്നെ വസിയത്ത് നൽകുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് നോമ്പുകാരായി ആദ്യത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ വിശുദ്ധ റമദാനിൽ ഇബാദത്തുകളിൽ മുന്നേറുവാനും ഇബാദത്തുകളിൽ മുന്നേറി റബ്ബിങ്കൽ സ്വീകാര്യമായ നോമ്പനുഷ്ഠിച്ചു നാളെ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ 4 മാസങ്ങളെ ശ്രേഷ്ഠമാസമാക്കി പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരു മാസത്തെ പ്രത്യേകമായി പേരെടുത്തുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മാസമാണ് ഷഹ്റു റമദാൻ. എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഷഹ്റു റമദാനിനെ പരിചയപ്പെടുത്തിയത്? ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ എന്നത്, റമദാൻ മാസം എന്നത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഷഹ്റു റമദാനിലാണ്, റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണമുണ്ടായത്. അതുതന്നെ ഏതു രാത്രിയിലാണ്? വിശുദ്ധ ഖുർആൻ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ആ രാത്രിയിലാകുന്നു വിശുദ്ധ ഖുർആനിന്റെ അവതീർണം. അതേപോലെ തന്നെ വീണ്ടും കാണാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാകുന്നു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന് പറഞ്ഞാൽ? ഖുർആനിലെ ആദ്യമായി അതിന്റെ ആയത്തുകൾ ഇറങ്ങുന്നത് നമുക്കറിയാം. ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്നു, ആലിംഗനം ചെയ്യുന്നു, ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ആയത്തുകൾ അവതീർണമായി. ഇതാണോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു റമദാനിൽ എന്ന് പറഞ്ഞതിനർത്ഥം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും കണ്ടുമുട്ടിയത് റമദാൻ മാസത്തിലാണ് എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. വിശുദ്ധ ഖുർആൻ പരിപൂർണമായി, അത് പരിപൂർണമായി ഒന്നാനാകാശത്തിലേക്ക് റബ്ബ് ഇറക്കി, അതാകുന്നു റമദാൻ മാസത്തിൽ. പിന്നീട് സമയത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭോചിതമായി 23 വർഷക്കാലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്പാൽപമായി മുനജ്ജമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ എന്നാൽ അത് വിശുദ്ധ ഖുർആനിന്റെ കൂടി മാസമാണ്. വിശുദ്ധ ഖുർആനിനോട് യഥാവിധി ബന്ധം സ്ഥാപിക്കാതെ നമ്മുടെ റമദാനിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിനോട് നമ്മൾ ചേർന്നു നിൽക്കാതെ, അടുത്തു നിൽക്കാതെ നമ്മുടെ നോമ്പ് ഫലവത്താവുകയില്ല. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ അടുക്കേണ്ടത്? എങ്ങനെയാണ് ഒരു വിശ്വാസി വിശുദ്ധ ഖുർആനുമായിട്ട് അവൻ എങ്ങനെ അടുക്കണം? പലരും പറയാറുണ്ട്, ഞാൻ അറബി പഠിച്ചിട്ടില്ല, എനിക്ക് അറബി അറിയില്ല, അതുകൊണ്ട് ഖുർആനിനെ കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ ചിലർ പരിതപിക്കാറുണ്ട്. എന്നാൽ ചില ആളുകൾ പറയും, ഇതിപ്പോ ഖുർആനൊക്കെ കുറച്ച് ആളുകൾ പഠിച്ചുവല്ലോ, അവരിത് പറഞ്ഞു തരുന്നുണ്ടല്ലോ, നമ്മളവിടെ ഇങ്ങനെ കേട്ടിരുന്നാൽ പോലെ, നമ്മളിപ്പോ എന്തിനാണ് പരിപൂർണമായിട്ടൊക്കെ ഖുർആൻ പഠിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇത്ര പ്രായമായില്ലേ, ഇനിയിപ്പോ ഖുർആൻ പഠിക്കാൻ കഴിയില്ല, ഇത്ര പ്രായമായില്ല, ഇനി ഖുർആൻ പഠിച്ചാൽ അത് തലയിലേക്ക് കയറില്ല, ഇതൊക്കെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ആലോചിക്കേണ്ടതാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലബീദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ലബീദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി നാട്ടിലേക്ക്, മക്കയിലേക്ക്
വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി കടന്നു വരുമ്പോൾ അറബികളിലെ കവികളായ അഗ്രഗണ്യരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവർ സ്തബ്ധരായിപ്പോയി. ഇതെന്താണ്? ഇത് കവിതയല്ല, ഇത് ഗദ്യമല്ല. പക്ഷെ നമ്മെ സ്വാധീനിക്കുന്ന, ആളുകളെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു കഴിവ് ഈ വിശുദ്ധ ഖുർആനിനുണ്ട്. അങ്ങനെയാണ് ചില ആളുകൾ ലബീദ് ഇബ്നു റബീഅയുടെ അടുത്ത് പോകുന്നത്. അന്ന് ലബീദ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ലബീദിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, താങ്കള് ഏറ്റവും വലിയ കവികളിൽപ്പെട്ട ഒരാളാണ്. അറബ് സാഹിത്യ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഇസ്ലാമിന് മുമ്പത്തെ അറബി സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും അഗ്രഗണ്യരായ 10 കവികളെ എടുത്തു നോക്കിയാൽ അതിൽ ലബീദ് ഇബ്നു റബീഅയുണ്ട്. ലബീദ് ഇബ്നു റബീഅയുടെ അടുത്ത് ചെന്നിട്ട് ആളുകൾ പറഞ്ഞു, മുഹമ്മദ് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇത് കേട്ട ആളുകൾ മുഴുവൻ മുഹമ്മദിന്റെ കൂടെ കൂടുന്നു. മുഹമ്മദിന്റെ വാക്കുകൾക്ക് എന്തോ ഒരു മാസ്മരികതയുണ്ട്. പക്ഷേ താങ്കൾ ചെന്ന് മുഹമ്മദിനെ തോൽപ്പിക്കണം, കവിത ചൊല്ലി മുഹമ്മദിനെ താങ്കൾ തോൽപ്പിക്കണം. ലബീദ് ഇബ്നു റബീഅയുടെ മനസ്സിൽ വന്നത്, എന്നെക്കാൾ വലിയൊരു കവി ഈ അറബി നാട്ടിലോ? ലബീദ് ഇബ്നു റബീഅ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവിത കൊണ്ട് തോൽപ്പിക്കാൻ തന്റെ ആളുകളെയും കൂട്ടിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തുമ്പോൾ അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് തന്റെ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതാണ് ലബീദ് ഇബ്നു റബീഅ കേൾക്കുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതിങ്ങനെ കേട്ടുകൊണ്ട് ലബീദ് ഇബ്നു റബീഅ കയറി വരികയാണ്. ലബീദ് ഇബ്നു റബീഅയുടെ മനസ്സ് മാറി. ലബീദ് ഇബ്നു റബീഅ നേരെ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇസ്ലാം സ്വീകരിച്ചു. കൂടെ വന്ന ആളുകൾ അന്താളിച്ചുപോയി, ലബീദെ, താങ്കളെ കൊണ്ടുവന്നത് ഈ പ്രവാചകനെ തോൽപ്പിക്കാനാണ്. പക്ഷേ താങ്കളും ഈ പ്രവാചകനിൽ, ഈ മുഹമ്മദിൽ താങ്കളും പെട്ടുപോയിരിക്കുന്നു. ലബീദ് ഇബ്നു റബീഅ കാരണം പറഞ്ഞു കൊടുത്തു, എന്നെക്കാൾ വലിയ ഒരു കവി ഈ അറബ് ലോകത്തിൽ നാട്ടിലില്ല. എനിക്ക് അർത്ഥസമ്പൂർണമായ ഒരു വാചകം പറയാൻ മീം എന്ന അക്ഷരമില്ലാതെ എനിക്ക് പറയുക സാധ്യമല്ല. എനിക്കു കഴിയില്ലെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. പക്ഷേ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു, അർത്ഥസമ്പൂർണമായ വാക്യങ്ങൾ ചേർത്തുവെച്ച് മുഹമ്മദ് അതാ പറഞ്ഞിരിക്കുന്നു. അതിൽ മീം എന്ന അക്ഷരമില്ല. വിശുദ്ധ ഖുർആനിൽ മീം എന്ന അക്ഷരമില്ലാത്ത ഏക സൂറത്തുമാണ് സൂറത്തുൽ കൗസർ. പ്രിയമുള്ളവരെ, ലബീദ് ഇബ്നു റബീഅ ഇസ്ലാം സ്വീകരിച്ചു. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതിന് പിന്നിൽ മുഹമ്മദിന്റെ പിറകിൽ ഒരു ശക്തിയുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുക സാധ്യമല്ലെന്ന് പറഞ്ഞ് ലബീദ് ഇബ്നു റബീഅ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 90 വയസ്സാണ്. 90 വയസ്സാണ്. നമുക്ക് 40 വയസ്സാകുമ്പോൾ നമ്മൾ പറയാണ്, ഇനിയിപ്പോ അതൊന്നും പഠിക്കാൻ കഴിയില്ല. 50 വയസ്സായപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇതൊക്കെ അന്ന് പഠിക്കേണ്ടിയിരുന്നു, ഇനിയിപ്പോ ഖുർആൻ പഠിക്കാനൊന്നും കഴിയില്ല, എന്തു ചെയ്യാം, അന്നു പറ്റിയില്ല. നമ്മൾ പരിതപിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ മുന്നിലിരുന്ന ആളുകൾ, സ്വഹാബികൾ മുഴുവൻ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മാത്രമായിരുന്നില്ല. തലകളും താടികളൊക്കെ നരച്ച് തൊലികളൊക്കെ ചുക്കിച്ചുളിഞ്ഞ് മരണത്തെപ്പോലും മുഖാമുഖം കാണുന്ന ആളുകൾ, സ്വഹാബാക്കൾ പ്രവാചക സദസ്സിൽ വന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതിനെ ജീവിതത്തിൽ പകർത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നുവെന്ന. അപ്പോ പ്രായം നമുക്കൊരു തടസ്സമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. പ്രായം ഒരു തടസ്സമല്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് പ്രായം ഒരു തടസ്സമായി പ്രിയമുള്ളവരെ നമ്മൾ പറയരുത്. പിന്നെന്താ നമുക്ക് തടസ്സം? എന്താണ് നമുക്ക് തടസ്സം? നമ്മുടെ ബിസിനസ്സാണോ തടസ്സം? നമ്മുടെ ദുനിയാവിലെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഓടുന്ന നെട്ടോട്ടമിടയിൽ QHLS ക്ലാസുകളിലേക്ക് പോകാൻ സമയം കിട്ടുന്നില്ല, ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ റമദാന് കടന്നു വന്ന് 3-4 ദിവസമായി. അതിന്റെ മുമ്പ് വരെ ഒരു ദിവസം ഒരു പേജെങ്കിലും നിർബന്ധ ബുദ്ധിയ ഓതുന്ന എത്ര ആളുകൾ ഇന്ന് നമ്മൾ ഓതിയിട്ടുണ്ട്? ഇന്നലെയും ഉണ്ടാവാം, മിനിഞ്ഞാന്നും ഉണ്ടാവാം. അതിനു മുമ്പ്, റമദാന് വരുന്നതിന് മുമ്പും വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത എത്ര ആളുകളുണ്ട്? നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചോദിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദുനിയാവിന്റെ ഒരു വിഷയവും, ദുനിയാവിന്റെ ബിസിനസ്സോ, നമ്മുടെ കച്ചവടമോ, നമ്മുടെ മറ്റു വ്യവഹാരങ്ങളോ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നിടത്ത് നമ്മൾ ഒരു തടസ്സം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പലരും പറയും, ഞാൻ പോയില്ലെങ്കിൽ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ മക്കൾ പട്ടിണി കിടക്കുമല്ലോ, നമ്മൾ ജോലിക്ക് പോകണം. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില ചരിത്രമുണ്ട്. സ്വഹാബാക്കൾ ഊഴം കാത്ത് പ്രവാചക സദസ്സിലേക്ക് വന്നിരുന്നു. അവർ കേട്ട ചരിത്രമല്ലേ, ഒരാൾ ഇന്ന് പോകും,
എന്നിട്ട് തന്റെ കൂട്ടുകാരൻ അന്ന് ജോലിക്ക് പോകും. ഒരു കൂട്ടുകാരൻ പ്രവാചക സദസ്സിൽ വന്ന് ദീന് പഠിക്കും. ജോലിക്ക് പോയ കൂട്ടുകാരൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ദീന് പഠിച്ച കൂട്ടുകാരൻ പഠിച്ച ദീന് പറഞ്ഞു കൊടുക്കും. ഇന്ന് ജോലിക്ക് പോയവൻ നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് പോകും. ഇത്ര പ്രയാസമൊന്നും നമുക്കില്ലല്ലോ. ഒരിക്കൽ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്തിനാ പുറത്തിറങ്ങിയതെന്നറിയോ? വിശപ്പ് കൊണ്ട്. വിശപ്പിനൊരു വേദനയുണ്ട്. വിശപ്പ് ഒന്നുകൂടി കടുത്താൽ ഉറക്കം വരും, ഒന്നുകൂടി കടുത്താൽ ഉറക്കം വരൂല. കടുത്ത വിശപ്പ് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാളെ കണ്ടുമുട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാ പുറത്തിറങ്ങിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനിറങ്ങിയോ അതേ കാരണത്തിന് പുറത്തിറങ്ങി. വീട്ടിലൊന്നുമില്ല കഴിക്കാൻ, വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങി. ആ രണ്ട് കൂട്ടുകാരെ നടന്നു പോകുമ്പോ മറ്റൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. കൂട്ടുകാരന്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിനാ പുറത്തിറങ്ങിയത് ഉമറേ? നിങ്ങൾ എന്തിനാ ഇറങ്ങിയത്? അതിന് തന്നെയാ ഞാനും ഇറങ്ങിയതെന്ന മറുപടി. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ആരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? ആരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ? ആരാണ്? ജീവിതത്തിൽ പട്ടിണിയെ തൊട്ടറിഞ്ഞ, ജീവിതത്തിൽ വിശപ്പിനെ രുചിച്ചറിഞ്ഞവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പള്ളിക്ക് മുന്നിൽ ബോധരഹിതനായി നിലത്തി വീഴാറുണ്ടായിരുന്നു. കാരണം അന്വേഷിക്കുമ്പോഴാണ് അബൂ ഹുറൈറ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. നമുക്കിങ്ങനെ പറയാനുണ്ടോ? നമുക്ക് ഇത്ര പ്രയാസങ്ങളുണ്ടോ? പിന്നെന്താണ് ദുനിയാവിന്റെ വ്യവഹാരങ്ങൾ എങ്ങനെയാണ് നമ്മെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നിടത്ത് പിറകോട്ട് കൊണ്ടുവരിക കൂട്ടരെ. അതുകൊണ്ട് ഖുർആനിന്റെ ആളുകളായി ഖുർആൻ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. കാരണം എന്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ചിന്തിക്കുന്നവർക്കതാ വിശുദ്ധ ഖുർആൻ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ എളുപ്പ, വിശുദ്ധ ഖുർആൻ വളരെ എളുപ്പ. പക്ഷെ ചേർത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ മിൻ മുദ്ദക്കിർ. ആരുണ്ടടോ ചിന്തിക്കുന്നവർ? റബ്ബ് ചോദിക്കാണ്, നമ്മളോടാ ചോദിക്കുന്നത്. ആരുണ്ടടോ ചിന്തിക്കുന്നവർ? വിശുദ്ധ ഖുർആൻ വായിച്ച്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നവർ ആരുണ്ടടോ? വീണ്ടും അതാ വിശുദ്ധ ഖുർആൻ പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർക്ക് ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കി കൂടായിരുന്നോ? അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ. അല്ല, അവരുടെ ഹൃദയത്തിൽ പൂട്ടുകളിട്ടിരിക്കുകയാണോ? നമ്മളോടാ ചോദിച്ചത്, നമ്മുടെ ഹൃദയത്തിൽ പൂട്ടുകളിട്ടിരിക്കുകയാണോ? ഖുർആനിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കാൻ, ഖുർആന് പഠിക്കാൻ, മനസ്സുകൊണ്ട് ഖുർആനിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചോ എന്ന. എങ്ങനെയാണ് ഖുർആനിനെ നമ്മൾ സ്വീകരിക്കുക? ഒരു വിശ്വാസി എങ്ങനെയാണ് ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്? ഖുർആനിനെ എങ്ങനെയാണ് ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത്? ഒരു റമദാനിൽ ഒരു തവണ അല്ലെങ്കിൽ ഒരു 2 തവണ പൂർണ്ണമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട് മാത്രം ഖുർആനിനോടുള്ള ബാധ്യത അവസാനിക്കുന്നില്ല. ഖുർആനിൽ എന്ത് ഹർഫ് പാരായണം ചെയ്താലും അതിന് കൂലിയുണ്ട്. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ അലിഫിന് കൂലിയുണ്ട്, ലാമിനുണ്ട്, മീമിനുണ്ട്, എല്ലാത്തിനും ഇരട്ടിയുണ്ട്. അപ്പോൾ ഖുർആൻ വെറുതെ പാരായണം ചെയ്താലും കൂലിയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാരായണം മാത്രം പോരാ. ആ പാരായണം മാത്രം പോരാ. 3 രൂപത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആനിനെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിയും. ഒന്ന്, വെറുതെ വായിച്ചു പോവുക. പലപ്പോഴും ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത്, റമദാനായി, അതുകൊണ്ട് കഴിഞ്ഞ തവണ 1 തവണ പൂർത്തിയാക്കാൻ പറ്റിയുള്ളൂ, അതുകൊണ്ട് ഈ തവണ 2 തവണയാക്കണം. എന്നിട്ട് വെറുതെ വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ മറിച്ച് ഓതിപ്പോകുന്നു. അതൊന്നാമത്തെ കൂട്ടർ. അത് തെറ്റാണെന്നോ വേണ്ടെന്നോ അല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ എങ്ങനെയെന്നറിയോ? അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി പാരായണം ചെയ്യും, അർത്ഥത്തിലൂടെ കടന്നുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ ആയത്തുകൾ എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പടച്ചോനെ ഈ സ്വർഗ്ഗം എനിക്ക് തരണേ. നരകത്തിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. തിന്മകളെ, ശിക്ഷകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ രക്ഷ ചോദിക്കും. നമ്മൾ ജീവിതത്തിലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പടച്ചോനെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ എന്നൊരു തവണ ഖുർആൻ കയ്യിലിരിക്കെ ഓതിക്കൊണ്ടിരിക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞു. നമ്മൾ എന്തേ? കാരണം ഓതുന്നത് സ്വർഗത്തെ പറ്റിയാണോ എന്നറിയില്ല, നരകത്തെക്കുറിച്ചാണോ എന്നറിയില്ല, രക്ഷയാണോ ശിക്ഷയാണോ നിയമമാണോ അറിയില്ല.
ചരിത്രമാണോ പറയുന്നത് അറിയില്ല. അറബി കൂട്ടി വായിക്കാൻ പഠിച്ചു, അത് കൂട്ടി വായിച്ച് ഓതിപ്പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ചോദിക്കേണ്ടുന്ന സമയമാണ് ഈ വിശുദ്ധ റമദാൻ. മൂന്നാമത്തൊരു കൂട്ടരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ആ ആയത്തുകളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിന്തിച്ചു പഠിക്കും. അവർക്ക് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാനും അത് മനസ്സിലാക്കാനും 10-16 വർഷമെടുത്ത സ്വഹാബാക്കളുണ്ട്. നമുക്ക് 6 ദിവസം പോലും ചിലപ്പോൾ വേണ്ടി വരൂല. ഒരൊറ്റ ഇരിപ്പിന് ചിലപ്പോ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു പോയേക്കാം. പാരായണം ചെയ്യുന്നത് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷേ അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. ഒരു ദിവസം എത്ര തവണയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൈകെട്ടിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് നെഞ്ചത്തു കൈകെട്ടി പടച്ച റബ്ബിന്റെ മുമ്പിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത്? ഓരോരുത്തരും ആലോചിച്ച് ആ ഫാത്തിഹയുടെ എല്ലാ അർത്ഥവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ തുടങ്ങി ആമീൻ എന്ന് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത് വരെയുള്ള അർത്ഥം എനിക്ക് ക്ലിയറാണ്. എനിക്കൊരു സംശയവും അതിലില്ല. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെനിക്കറിയാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെനിക്കറിയാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്താണ് ആ സിറാത്തുൽ മുസ്തഖീം? അതെനിക്കറിയാം എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? അർത്ഥം കൃത്യമായി അറിയില്ലെങ്കിൽ ഇത്രയും കാലത്ത് നമ്മുടെ നമസ്കാരം 30 കൊല്ലമായില്ലേ, 40 കൊല്ലമായില്ലേ, 70 വർഷമായില്ലേ നമസ്കരിക്കുന്നു. ഇന്നും ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയില്ലെങ്കിൽ എന്തു നമസ്കാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടേത്? പഠിക്കാൻ ഇനിയും സമയമുണ്ട്. പ്രായമൊരു തടസ്സമാകരുത്. നമ്മുടെ ജീവിതത്തിലെ ബിസിനസ്സുകളോ കച്ചവടങ്ങളോ റിസ്കിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകളോ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പ്രിയമുള്ളവരെ നമുക്കൊരു തടസ്സമാകരുത്. നമുക്ക് കാണാം സൂറത്ത് സ്വാദിന്റെ 29ാമത്തെ ആയത്തിലൂടെ പറയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അതാ അനുഗ്രഹീതമായ ഗ്രന്ഥമിതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു നിനക്ക്. ലിയദ്ദബ്ബറൂ ആയാതിഹി, എന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കിയത്? ലിയദ്ദബ്ബറൂ, തദബ്ബുർ നടത്താൻ, ചിന്തിച്ചു മനസ്സിലാക്കാൻ. ഒരായത്തിൽ ഇങ്ങനെ ഓതുമ്പോ എന്താണ് ഇതിനർത്ഥം? അതൊന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ? എന്താണ് ഈ പറഞ്ഞത്? നമുക്കുള്ള ഗ്രന്ഥമല്ലേ കൂട്ടരെ വിശുദ്ധ ഖുർആൻ? അതിന്റെ അർത്ഥം നമുക്കറിയില്ലെങ്കിൽ പിന്നെ ആരാണത് പഠിക്കുക? പിന്നെ എങ്ങനെയാണത് ജീവിതത്തിൽ പകർത്താൻ കഴിയുക? അതുകൊണ്ട് വെറുതെ പാരായണം ചെയ്യുന്ന ശൈലിയിൽ നിന്ന് മാറി അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്നതല്ല. കഴിഞ്ഞ ആഴ്ച അറബി കൂട്ടി വായിച്ച് അലിഫും ബാവും താവും ചേർത്ത് വായിച്ചു പഠിച്ചവരല്ല. അറബി വായിക്കാൻ നമുക്കറിയാം. ഇസ്ലാമിലേക്ക് വന്നിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഇന്നും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച അറബി പഠിച്ചയാൾ പാരായണം ചെയ്യുന്നത് പോലെ അക്ഷരങ്ങൾ കൂട്ടിവെച്ച് കഴിയാവുന്നിടത്തൊക്കെ ഒരു ഈണമൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ വെറുതെ വായിച്ചു പോവാൻ. മാറ്റമുണ്ടാവണം, എങ്കിലേ ജീവിതത്തിൽ മാറ്റമുണ്ടാവുള്ളൂ. ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ? അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. സ്വഹാബികളുടെ ചരിത്രവും അത് തന്നെയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് ആ ഖുർആൻ ഒന്ന് ഓതിത്തരുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അങ്ങേക്ക് ഇറങ്ങിയതല്ലേ, ഞാൻ എന്തിനാ ഓതിത്തരുന്നത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് അത് കേൾക്കണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓതി അതാ സൂറത്തുൻ നിസാഇലെ 41ാമത്തെ ആയത്തിലെത്തി. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഇതിങ്ങനെ ഓതിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, ഇബ്നു മസ്ഊദേ മതി, ഓതിയത് മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ പ്രവാചകനെ ഞാൻ നോക്കിയപ്പോ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്താണ് ആയത്തിനർത്ഥം എന്നറിയോ? നമ്മൾ ഉൾപ്പെടുന്ന ഈ ഉമ്മത്തിനെ പരലോകത്ത് കൊണ്ടുവരുമ്പോ സാക്ഷിയായി പ്രവാചകൻ അവിടെ ഉണ്ടാകുമെന്ന സൂചനയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇത് കേട്ടപ്പോ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാവുമ്പോ, രോഗം ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ അവിടുത്തെ അവസാനത്തെ വഫാത്തിന്റെ ദിനരാത്രങ്ങളിലൊക്കെ ഇമാമത്ത് നിൽക്കാൻ ഏൽപ്പിച്ചിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിക്കും, ആയിഷ വാപ്പാനോട് ഇമാമത്ത് നിൽക്കാൻ പറയും. പറഞ്ഞ സന്ദർഭങ്ങളിൽ മുഴുവൻ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, ഇന്ന അബൂബക്കറിൻ ഇദാ ഖാമ ഫീ മഖാമിക ലം യുസ്ബിഇൻ നാസ മിൻ ബുഖാ.
എന്റെ വാപ്പ അബൂബക്കർ പ്രവാചകരെ, താങ്കൾ ഇമാമത്ത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നാൽ ജനങ്ങൾക്ക് കരച്ചിലല്ലാതെ ഒന്നും കേൾക്കില്ല. ഖുർആൻ ഓതിത്തുടങ്ങിയ കരയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും 40 വർഷത്തെ ജീവിതത്തിനിടക്ക് നമ്മുടെ കവിളിലൂടെ ചാലിക്കൊഴുകിയോ കൂട്ടരെ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരായത്ത് കേൾക്കുമ്പോ ഹൃദയത്തിലൊരു പേടി, ആ പേടി ഇങ്ങനെ അങ്കുരിച്ചു വന്ന് കണ്ണുകളിൽ കണ്ണുനീർ തുള്ളിയായി നമ്മുടെ കവിളിലൂടെ ചാലിക്കൊഴുകിയോ കൂട്ടരെ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഖുർആനിനെ നമ്മൾ തൊട്ടടുത്ത് മനസ്സിലാക്കിയിട്ടില്ല. ഖുർആനിനെ നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും. വിശ്വാസികളെ കുറിച്ചാ പറഞ്ഞേ, അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും. നമ്മൾ എത്ര ഖുർആനോത്ത് കേൾക്കുന്നു, നമ്മൾ ഓതുന്നു, മഗ്രിബിന് കേൾക്കുന്നു, ഇശാഇന് കേൾക്കുന്നു, തറാവിക്കും സുബഹിക്കും കേൾക്കുന്നു, ഇതല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കുന്നു. ജീവിതത്തിൽ ഏത് ആയത്ത് കേട്ടിട്ടാണ് ഈമാൻ വർദ്ധിച്ചത്? പ്രിയപ്പെട്ടവരെ, ചോദിച്ചു നോക്കണം ഹൃദയത്തോട്. ഏതെങ്കിലും ഒരായത്ത് കേട്ടിട്ട് ഒരു പടച്ചോനെ പേടി, പടച്ചോനെ എന്തപ്പി പറയണത്? ഏറ്റവും മിനിമം അല്ലേ, വൈലുല്ലിൽ മുസല്ലീൻ എന്ന് ഇമാമ് മഗ്രിബിന് ഇങ്ങനെ ഓടുമ്പോ നമ്മൾ ബാക്കിലിരുന്ന് കച്ചവടത്തെ പറ്റി ഇങ്ങനെ ആലോചിക്കാം. വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്നു നാശം. നമുക്ക് അർത്ഥം അറിയായിട്ടല്ല, നമ്മൾ ശ്രദ്ധ അവിടെ അല്ല. ഈ അർത്ഥം അറിയുമ്പോ ഒരു നെട്ടലുണ്ടാവേണ്ട ഹൃദയത്തിൽ, പടച്ചോൻ എന്നെ പറ്റിയാണോ അത് പറഞ്ഞത് എന്ന ഒരു ചിന്തയെങ്കിലും കടന്നു വരാത്തവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധമൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തെക്കുറിച്ചൊന്ന് ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയമായിട്ട് ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ജീവിതത്തോട് കൊണ്ടുവന്നാൽ, അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. സൂചിപ്പിച്ചുവല്ലോ ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് കേട്ടപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പാകപ്പെട്ടു ആ മനുഷ്യൻ. പിന്നീട് അത്രയും അഗ്രഗണ്യനായ കവിയായിരുന്നിട്ട് കൂടി ഒരു കവിത പോലും രചിച്ചിട്ടില്ല എന്ന്. ഒരു കവിത പോലും രചിച്ചിട്ടില്ല, ചെറിയൊരു വരി കവിത മാത്രം രചിച്ചത്, അതും അല്ലാഹനെ കുറിച്ച്, പിന്നൊന്നും രചിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തിന്റെ പേരെന്താ? കൗസർ എന്നല്ലേ? ആ കൗസർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, എന്താണ് ആ പറഞ്ഞതിനർത്ഥം? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിന്റെ പേരിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല. നമ്മൾ ഖുർആനിന്റെ ആളുകളായി, നമ്മൾ വലിയ ആളുകളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് റെഡിയായി നിൽക്കുന്ന ആളുകളെ പോലെ. പ്രിയമുള്ളവരെ, ഖുർആനിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയണം. ഖുർആനിനെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നറിയണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ ഈമാന് വർദ്ധിക്കും. അതല്ലേ? എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്ന് സൂചിപ്പിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സൂറത്തു അഅറാഫിലെ 188-ാമത്തെ ആയത്തിലൂടെ, വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സറതു മിനൽ ഖൈർ, ഞാൻ ധാരാളം നന്മകൾ നേടിയെടുക്കുമായിരുന്നു. വമാ മസ്സനിയസ്സൂ, എന്നെ തിന്മകളൊന്നും ബാധിക്കുമായിരുന്നില്ല. ആരാ പറഞ്ഞേ? അഷ്റഫുൽ ഖൽഖായ നബിയുനാ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ. ഇത് നമ്മളിങ്ങനെ പരിഭാഷ വെച്ച് വായിച്ചു പോകുമ്പോഴാണ് ഈ വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ എന്ന് വായിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ടാകും, അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ലേ? പിന്നെ എങ്ങനെയാണ് മമ്പറന്തങ്ങൾക്കറിയാ? പിന്നെ എങ്ങനെയാണ് ബാവ ബീവിമാർക്കറിയാ? പിന്നെ എങ്ങനെയാണ് മുഹദീ ശൈഖിനറിയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരറിവ്, മറഞ്ഞ അറിവുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത് വായിക്കും നമ്മുടെ ഹൃദയത്തിൽ ചോദ്യമുണ്ടാവും, പിന്നെ എങ്ങനെയാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നമ്മുടെ കൽബകം മുഹദീ ശൈഖ് കാണുക എന്ന ചോദ്യം ഹൃദയത്തിൽ വരും. അപ്പോഴാണ് തൗഹീദ് ഹൃദയത്തിൽ ആഞ്ഞു തറക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ രണാങ്കണത്തിൽ
തന്റെ തൊട്ടുമുന്നിൽ ശത്രുക്കൾ കുഴിച്ചു വെച്ച വാരിക്കുഴിയിൽ വീണു. തൊട്ടുമുന്നിൽ ശത്രുക്കൾ ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. കുറച്ചാളുകൾ വന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ഇജ്ദിൽ നിന്നാ വരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാൻ കുറച്ചാളുകളെ ഞങ്ങൾക്ക് വേണം. പ്രവാചകന് വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത ആനന്ദമായി. ഖുർആൻ പഠിക്കാൻ ആളുകളെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ വരികയോ 60ഓളം 70ഓളം എന്ന് റിപ്പോർട്ട്. ഏതായാലും 60ൽ പരം ആളുകളെ, സ്വഹാബാക്കളെ, ഖുർആൻ അറിയുന്ന, ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ കഴിയുന്ന സ്വഹാബാക്കളെ ആ കൂട്ടരുടെ കൂടെ വിട്ടു. അവരെന്താ ചെയ്തതെന്നറിയോ? മരുഭൂമിയിലെ ഒറ്റപ്പെട്ടൊരു സ്ഥലത്തെത്തിയപ്പോ ഈ 60 ആളുകളെയും കൊന്നുകളഞ്ഞു. 60 ആളുകളെയും കൊന്നുകളഞ്ഞു. മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ കൊല്ലാക്കൊലയ്ക്ക് വേണ്ടി ആ കൂട്ടം ആളുകൾക്ക് വിട്ടുകൊടുക്കുമായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ അതിന്റെ തഫ്സീറിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോ ഹൃദയത്തിൽ മാറ്റമുണ്ടാകും. പിന്നെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും ഭാവ ബീവിമാരുടെ അടുത്തേക്ക് പോകൂല, മക്ബറകളിൽ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയൂല, അവിടെ ചെന്ന് നമ്മൾ സുജൂദ് ചെയ്യൂല, റബ്ബിലേക്ക് മാത്രം നമ്മൾ മടങ്ങും. അങ്ങനെയുള്ള മുത്തക്കികളായി നമ്മൾ മാറും. ഈ ഒരു ആയത്ത് മാത്രം അർത്ഥമറിഞ്ഞു പഠിച്ചു. വേറൊരു ഉദാഹരണം കൂടി പറയട്ടെ പ്രിയമുള്ളവരെയും. നമുക്ക് കാണാൻ കഴിയുമല്ലോ ആൽ ഇംറാനിലെ 92ാമത്തെ ആയത്ത്. ചിലരൊക്കെ ഇങ്ങനെ റമളാനിൽ പാരായണം അങ്ങനെ ചെയ്ത് ആൽ ഇംറാനിലെ 92ാമത്തെ ആയത്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് 3 ദിവസമായപ്പോ, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ റമളാനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എത്ര തവണ പാരായണം ചെയ്തു എന്ന് ചോദിച്ചപ്പോ അത് ഒരുപാട് 30-40 തവണ മുഴുവനായി പാരായണം ചെയ്തു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവിടെയുള്ളൊരു ആയത്ത് എന്തെന്നറിയോ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്കതൊരു പുണ്യകർമ്മമായി മാറുകയില്ല. ഇത് കേട്ടപ്പോ സ്വഹാബികൾക്കിടയിൽ മാറ്റമുണ്ടായി. അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടമുള്ളത് ചെലവഴിച്ചാലേ അതൊരു ശക്തമായ പുണ്യമായി മാറുകയുള്ളൂ എന്ന് കേട്ടപ്പോ നമുക്കറിയാം അബൂ തൽഹ റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈറുഹാ തോട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഈ തോട്ടം നിങ്ങൾ എടുത്തോളി, എനിക്ക് വേണ്ട, എനിക്ക് പുണ്യം മതി. മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള തോട്ടമാണ്. അതിന്റെ മുന്നിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. മരുഭൂമിയിൽ അരുവിയൊഴുകുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ അതിന്റെ ഒരു മാഹാത്മ്യവും അതിന്റെ ഒരു വിലയും, അതൊരു കണ്ണായ സ്ഥലത്തല്ലേ, പള്ളിയുടെ തൊട്ടടുത്ത്. അതതാ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോ എന്താ കൊടുക്കുക? ഈ ആയത്ത് ഓതിയപ്പോ സ്വഹാബാക്കളുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഞാനിപ്പോ എന്താ കൊടുക്കുക? അപ്പോഴാണ് ഖൈബറിൽ കിട്ടിയ ഗനീമത്തായി കിട്ടിയ ഒരു തോട്ടമുണ്ട്. ആ തോട്ടം അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ആ തോട്ടം ഇതാ ദീനിന്റെ മാർഗത്തിൽ ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ. ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ ആരുണ്ട്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? അദ്ദേഹം ആലോചിച്ച് ഉത്തരം കിട്ടിയത് ഒരു കുതിരയാണ്. ആ കുതിരയെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഈ ആയത്തുകളിലൂടെ നമ്മൾ എത്ര തവണ പാരായണം ചെയ്ത് കടന്നുപോയി? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാവണ്ട എന്തെങ്കിലുമൊക്കെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് ഈ ആയത്തിലൂടെ കടന്നുപോയപ്പോ നമ്മുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായോ? എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഈ ആയത്തിന്റെ അർത്ഥം നമുക്കറിയില്ല, ഈ ആശയം എന്തെന്നറിയില്ല, ഈ ആയത്തുകൊണ്ട് സ്വഹാബാക്കളിലുണ്ടായ മാറ്റമെന്തെന്നറിയില്ല. അമാനി മൗലവിയുടെ തഫ്സീർ നമ്മൾ വാങ്ങിക്കൊണ്ടുവച്ച് വീടിന്റെ അലമാരയിൽ അത് സുരക്ഷിതമായി വെച്ചിരിക്കുന്നു. വായിച്ചു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതൊന്നെടുത്ത് മറിച്ചു നോക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല, അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, റമളാൻ ഒരു അവസരമാണ് വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് വിശുദ്ധ ഖുർആനിനെ തൊട്ടറിഞ്ഞ് അടുത്തറിഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക. എങ്കിൽ മാത്രമാണ് ഈമാനിന്റെ കരുത്ത് നമുക്കുണ്ടാവുക. എങ്കിൽ മാത്രമാണ് ഈ റമളാനിൽ, ഷഹ്റു റമളാനിൽ ഖുർആനിനോട് ബന്ധം സ്ഥാപിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഖുർആനിന്റെ അർത്ഥം കേട്ടുകൊണ്ട് വായിക്കാൻ സംവിധാനമുണ്ട്, അതല്ലാതെ വായിക്കാൻ സംവിധാനമുണ്ട്. തഫ്സീറുകൾ മലയാളത്തിലല്ല, മർഹൂം അമാനി മൗലവിയുടെ തഫ്സീർ നമ്മുടെ മൊബൈൽ ഫോണിൽ 4-5 ആപ്ലിക്കേഷനുകളിൽ പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമാണ്. അതല്ലാത്ത അറബി അറിയുന്ന ആളുകളാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തഫ്സീറുകൾ മൊബൈൽ ഫോണിൽ പോലും അത് ലഭ്യമാണ്. എല്ലാവരും മൊബൈൽ ഫോണിൽ വായിക്കണം, ഓതണമെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന മൊബൈൽ ഫോണിൽ പോലും ഇത് ലഭ്യമാണ്. അതുകൊണ്ട്
വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ, മനസ്സിലാക്കാൻ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ഖത്മ് തീർക്കുന്നതൊക്കെ, പക്ഷേ അതിന്റെ കൂടെ ഈ ഒരു ശ്രദ്ധ കൂടി ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു ഖുർആനിന്റെ ആളുകളായി നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിനെ ഒരു വിശ്വാസി എങ്ങനെ മനസ്സിലാക്കണമെന്നും എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ നാം പഠിക്കേണ്ടതെന്നുമാണ് നാം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ അവൻ ആരാണ്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ഉത്തമരിൽ നമുക്ക് ഉൾപ്പെട്ടുകൂടെ? പഠിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നാലും കഴിയും. ആലോചിച്ച് മക്കളെ പഠിപ്പിച്ചൂടെ? നമ്മുടെ വീട്ടിലുള്ളവരെ പഠിപ്പിച്ചൂടെ? സ്വന്തമായിട്ട് പഠിച്ചൂടെ? എന്നിട്ടത് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തൂടെ? പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ മക്കളെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരടുത്ത അധ്യയന വർഷം എവിടെ കൊണ്ടുപോയി ചേർക്കും, അവരെ ഏത് സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടും, അതിനെപ്പറ്റി ആദിക്കൊണ്ട് ആളുകൾക്ക് വിളിച്ച് റെക്കമെൻഡിന് വേണ്ടി നമ്പറുകൾ തേടി നടക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കാൻ എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്? എത്ര ഉമ്മമാർക്ക്, എത്ര ഉപ്പമാർക്ക് കഴിയുന്നുണ്ട്? പ്രിയമുള്ളവരെ, ദീനീപരമായ ഒരു വിജ്ഞാനം മക്കൾക്ക് കിട്ടുക എന്നതിലുപരി മറ്റൊന്നുമില്ല. ഇപ്പറഞ്ഞതിനർത്ഥം അവൻ ബിസിനസ്സുകാരനാവണ്ട, അവൻ ഡോക്ടറാവണ്ട, എഞ്ചിനീയർ ആവണ്ട, മറ്റു സിവിൽ മേഖലകളിൽ അവൻ എത്തിപ്പെടണ്ട എന്നൊന്നുമല്ല. പക്ഷേ അതിന്റെയൊക്കെ കൂടെ വിശുദ്ധ ഖുർആനിന്റെ ഒരു പിൻബലമുണ്ടെങ്കിൽ അവന്, നമ്മുടെ മക്കൾക്ക്, നമുക്ക്, ഓരോ വിശ്വാസിക്കും ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും അവന് വിജയിക്കാൻ കഴിയും. എത്രയെത്ര നിയമങ്ങൾ വന്നാലും, എത്ര ഭേദഗതികൾ വന്നാലും, എത്ര പൗരത്വ നിയമങ്ങൾ കടന്നു വന്നാലും ഖുർആൻ ഉണ്ടോ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാവും. നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങളും കോലങ്ങളും മാറി മറിഞ്ഞാലും അവിടെ സമാധാനിക്കാൻ വിശുദ്ധ ഖുർആൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുണ്ടാവും. അതുകൊണ്ട് മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. പലപ്പോഴും ബാപ്പമാരൊന്നും വീട്ടിൽ നിന്ന് ഖുർആനൊന്നും ഓതാറില്ല. വാപ്പ എങ്ങനെ ഓതുക, ഉപ്പാന്റെ ഖുർആനിന്റെ രീതി എങ്ങനെ, ഇതൊന്നും മക്കൾക്ക് പലപ്പോഴും അറിയില്ല. എന്തേ വാപ്പ ഓതാത്തതെന്ന് ചോദിച്ചാൽ, മോനെ വാപ്പ പള്ളിന്നാ ഓതല് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ വാപ്പ പള്ളിയിൽ ഓതാറുണ്ടോ എന്നത് വേറെ ചോദ്യം. അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ ഖുർആൻ വായിക്കുന്നവരായി, ഖുർആൻ പഠിക്കുന്നവരായി, ഖുർആനിന്റെ ആളുകളായി മാതൃക കാണിച്ചു കൊടുക്കാൻ, അവരുടെ കൈപിടിച്ചുകൊണ്ട് ആഴ്ചയിൽ നമ്മുടെ മഹല്ലുകളിലും, നമ്മൾ വ്യത്യസ്ത പള്ളികളിൽ നിന്നുള്ളവരാണ്, അവിടെയൊക്കെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മുമ്പ് ഖുർആനിന്റെ അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ച് കേരളത്തിൽ മാറ്റമുണ്ടാക്കി, നവോത്ഥാനമുണ്ടാക്കി ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നപ്പോ അന്ന് ചില ആളുകൾ പറഞ്ഞു ഖുർആനിനെ ക്ലാസ്സിലാക്കി എന്നു പറഞ്ഞ ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വീണ്ടും ആ തരത്തിലേക്ക് മാറിപ്പോവുകയാണോ? ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോൾ, QHLS ക്ലാസുകൾ ഉണ്ടാവുമ്പോൾ മക്കളുടെ കൈപിടിച്ച് കൂടെ പോകാൻ കഴിയണം. അവിടെ ഇരുന്ന് ഖുർആനിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയണം. എങ്കിലേ ജീവിതത്തിൽ മാറ്റമുണ്ടാവൂ. ഈ ജീവിതം മരണപ്പെട്ടാൽ ആസ്വദിച്ച് തീർക്കാനുള്ളതല്ല. ഇതിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. അവിടെ വിജയിക്കണം. അവിടേക്കുള്ള നന്മയാണ്, അവിടെ ജീവിക്കാനുള്ള വിഭവമാണ് നാം ശേഖരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭവം കൈമുതലായി നമ്മുടെ കൂടെയുണ്ടാവേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്താൽ നാളെ പരലോകത്ത് ഖുർആൻ വരും. ഇവനെക്കുറിച്ച് ഇന്നയാൾ ഖുർആൻ പഠിച്ചയാളാണ്, പാരായണം ചെയ്തവനാണ്, ഇന്നവൾ ഖുർആൻ പഠിച്ചവളാണ് എന്ന് പറഞ്ഞ് ഖുർആൻ ശുപാർശകനായി കടന്നുവരും. അങ്ങനെ ഖുർആൻ ശുപാർശകരായി കടന്നുവരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, വിശുദ്ധ